UKG ക്ലാസ്സുകളിലും പഠിക്കുന്നുണ്ട്. LKG കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് ഒരുപാട് ആശങ്കകളുള്ളൊരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നാളെ മുതൽ തന്നെ നമ്മൾ റെഗുലർ ക്ലാസ് തുടങ്ങുകയാണ്. നാളെ മുതൽ രാവിലെ 10 മണി മുതൽ 3:30 വരെ ക്ലാസ് ഉണ്ടായിരിക്കും. ഭക്ഷണം, സ്നാക്സ് തുടങ്ങിയ കൊടുത്തയക്കും. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ബസ്സുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തവരെ സംബന്ധിച്ച് ബസ്സിനെ കുറിച്ച് പ്രത്യേക ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഇന്ന് ID കാർഡിൻ്റെ ഒരു ടെമ്പററി ID കാർഡ് വിത്ത് പൗച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നാളെ ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സിൻ്റെ അറ്റൻഡർമാർ അവരുടെ കവറിലേക്ക് ഒരു സ്ലിപ്പ്, ബസ് നമ്പർ എഴുതിയിട്ട് ഏത് ട്രിപ്പാണെന്ന് എഴുതിയിട്ട് ഒരു സ്ലിപ്പ് ഇട്ട് കൊടുക്കും ആ കവറിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിന് അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം ഉറപ്പു തരാം, ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് 2 ദിവസമായി ഈ വർഷം അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് ഒരു കുട്ടിക്ക് പോലും അൽഹംദുലില്ലാഹ് ഒന്നും സംഭവിക്കാതെ കൃത്യസമയത്ത് വീട്ടിലെത്തിക്കാൻ നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെയും പ്രത്യേകിച്ച് സ്കൂൾ ബസ്സിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെയും പിന്തുണയോടുകൂടി നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ മുതൽ അധ്യയന വർഷത്തിൽ പുതുതായി വന്ന 200-ലധികം വരുന്ന വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടന കർമ്മമാണ് ഈ നടന്നത്. അതിലേക്ക് അവരെ പാകപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് വിദ്യ നൽകുക എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പണി. ദാറുൽ നജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിലാണ് ഇംഗ്ലീഷ് മീഡിയം നടന്നു പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. പല സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ആ സ്ഥാപനങ്ങൾക്കൊക്കെ വരുന്ന വരവ്, ചെലവ് കാര്യങ്ങളൊക്കെ അതിൻ്റെതായ അതോറിറ്റികൾ കൈകാര്യം ചെയ്യലാണ് പതിവ്. ദാറുൽ നജാത്തിൻ്റെ കീഴിൽ ഇത് മാത്രമല്ല, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, സയൻസ് കോളേജുണ്ട്, അറബിക് കോളേജുണ്ട്, യതീംഖാനയുണ്ട്. പല വിധത്തിലായിട്ട് 5000-ലധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിപുലമായ സംവിധാനമാണ് നമ്മുടേത്. എല്ലാ മാസവും ഇതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് മൊത്തം സ്ഥാപനങ്ങളുടെ വരവും ചെലവും കൃത്യമായി അറിയിച്ചു കൊടുക്കുന്ന രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വരവിൽ കണ്ടമാനം വരുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ വയ്ക്കാൻ പോകുന്നു എന്ന ചിന്ത വേണ്ട. നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നൊരു ബ്ലോക്ക് അത് നിർമ്മാണം പൂർത്തിയാക്കി. അതുകൊണ്ടും മതിയാകാതെ വന്നപ്പോൾ ഇപ്പോൾ താഴെ മെയിൻ ബ്ലോക്കിലായിട്ട് 6 ക്ലാസ് റൂമുകളുടെ പണി ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. Between the Lord of Rest and the need that we see from morn to night. Yeah, benvenuta. UKG കുട്ടികളുടെ കലാവിധങ്ങൾ
ആശംസ വിതരണവും ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ.